എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം മുത്തശ്ശനെ ചികിത്സയ്ക്കായി പുതിയ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യം ദേവയാനിയും ആദർശയുടെ മുത്തശ്ശനോട് വന്നപ്പോൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ അതിനെതിരെ മുഖം തിരിക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തിനാണ് ആയുസ് കൂട്ടിക്കിട്ടിട്ട് ഈ വീട്ടിൽ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് വേദനിച്ച് എൻ്റെ ആയുസ് എടുക്കാനല്ലേ നീയൊക്കെ എനിക്ക് ആയുസ് കൂട്ടി തന്നിട്ട് ആ ആയുസ് നിങ്ങൾ തന്നെ എടുക്കും, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശൻ ആദർശനോടായിട്ട് പറയുന്നുണ്ട്, ലക്ഷ്മി ദേവിയാണ് നയനമോളുടെ രൂപത്തിൽ ഈ വീട്ടിലേക്ക് കയറി വന്നേക്കുന്നത്. ആ ഭാഗ്യത്തെ നീയായിട്ട് തട്ടിത്തെറിപ്പിച്ച് കളയരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൻ്റെ നാശമായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അവൾ ഈ വീട്ടിലേക്ക് വന്നത് എന്നൊക്കെ ആദർശനോട് പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി ഇതെല്ലാം കേട്ട് കഴിയുമ്പം ദേവയാനി ആദർശനോട് പറയുന്നുണ്ട്, എടാ നീ മുത്തശ്ശന് വാക്ക് കൊടുത്തതല്ലേ നയനെ വിട്ടുകളയില്ല, അവളെ സ്നേഹിച്ചോളാം എന്നെല്ലാം വാക്ക് കൊടുത്തതല്ലേ, എന്നിട്ട് ഇനി ആ വാക്ക് തെറ്റിക്കുന്നത് ശരിയാണോ എന്ന് ദേവയാനി ആദർശനോട് ചോദിക്കുകയാണ്. ദേവയാനിക്കും മുത്തശ്ശൻ്റെ ഈ വിഷമമൊക്കെ കാണുമ്പം ദേവയാനിക്കും ചെറിയ മാറ്റം വന്ന് തുടങ്ങുവാണ്. ഒരു മാറ്റവും സംഭവിക്കാത്ത അഭി ജലജയെ വന്ന് കാണുവാണ്. നവ്യയെ ഒഴിവാക്കാനുള്ള പുതിയ മാർഗം, അതായത് നിർമ്മല. ഈ വിശേഷം ജലജയോട് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അവളെ ഒഴിവാക്കാൻ വേണ്ടി 5 ലക്ഷമല്ല 10 ലക്ഷം വേണമെങ്കിലും ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അമ്മ 10 വേണ്ട 5 മതി എന്ന് പറയുമ്പം ചില്ലിക്കാശ് ഞാൻ നിൻ്റെ കയ്യിൽ തരത്തില്ല, തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന് ജലജ അഭിയോട് പറയുന്നു. അങ്ങനെ ഇനി അങ്ങോട്ട് ആദർശിൻ്റെ മനസ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുവാണ്. വേറെ നിവൃത്തിയില്ല, മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ, ഇനി ആ ദേഷ്യമൊക്കെ ഒന്ന് കുറഞ്ഞു കഴിയുമ്പം നയനയുടെ ഭാഗത്താണോ തെറ്റ്, നയന അങ്ങനെ പറയേണ്ടി വന്നതിൻ്റെ കാര്യം എന്താണ് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുമ്പം ഒന്ന് കുറച്ചുകൂടി സോഫ്റ്റ് ആകും. ഏതായാലും ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ. വിശദമായ എപ്പിസോഡുമായി നമുക്ക് നാളെ കാണാം.